ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസിംഗ് ടെക്നീഷ്യൻ കോഴ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫിഷ് സ്പോയിലേജിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഈ അധ്യായത്തിൽ പരിശോധിക്കുവാൻ പോകുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് എന്താണ് സ്പോയിലേജ്, മത്സ്യം കേടാകുന്നത് എങ്ങനെ, മത്സ്യം കേടാകുന്ന ആ പ്രക്രിയയ്ക്ക് കാരണമാകുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്, മത്സ്യത്തെ കേടാക്കുന്ന കോസേറ്റീവ് ഏജൻസ് അതാരൊക്കെയാണ്, മറ്റൊന്ന് മത്സ്യത്തെ വേഗത്തിൽ കേടാക്കുന്നതിന് കാരണമാകുന്ന ചില ഘടകങ്ങൾ മത്സ്യത്തിൽ തന്നെയുണ്ട്, മത്സ്യത്തിൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ഇനി നമുക്കൊരു പവർ പോയിൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ ഫിഷ് സ്പോയിലേജ് എന്നുള്ള യൂണിറ്റിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് കടക്കാം. 3 തരത്തിലാണ് മത്സ്യത്തിൻ്റെ കേടാകൽ പ്രക്രിയ മുന്നോട്ട് പോകുന്നത്. അതായത് മത്സ്യം പൂർണ്ണമായും ചീത്തയായി അഴുകൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നത് 3 തരത്തിലാണ്. ഒന്ന് ബാക്ടീരിയൽ സ്പോയിലേജ് അഥവാ സൂക്ഷ്മാണുക്കളായിട്ടുള്ള ബാക്ടീരിയ മുഖേന ഉണ്ടാകുന്ന കേടാകൽ. 2 എൻസൈമാറ്റിക് സ്പോയിലേജ് അഥവാ രാസാഗ്നികൾ മൂലമുള്ള കേടാകൽ. മത്സ്യത്തിൻ്റെ ശരീരത്തിൽ നിരവധിയായ രാസാഗ്നികളുണ്ട്. അതിൻ്റെ ജൈവരാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മത്സ്യത്തിൽ തന്നെ ഉള്ളവയാണവ. എന്നാൽ മത്സ്യം ചത്തുപോകുന്നതോടുകൂടി ഈ രാസാഗ്നികളും മത്സ്യത്തിൻ്റെ കേടാകൽ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. 3 ബയോകെമിക്കൽ സ്പോയിലേജ്. എന്താണ്? നിരവധിയായ ജൈവരാസ പ്രവർത്തനങ്ങൾ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഈ ജൈവരാസ പ്രവർത്തനങ്ങളുടെ അന്തിമ ഫലമായും മത്സ്യത്തിലെ കേടാകലിനെ ത്വരിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ മത്സ്യത്തെ കേടാക്കുന്നു. അടുത്തത് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു സ്പോയിലേജ് ഓഫ് ഫിഷ്. മത്സ്യത്തിലെ ചില ഘടകങ്ങൾ മത്സ്യത്തിൻ്റെ കേടാകൽ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. അഥവാ ചില അനുകൂല സാഹചര്യങ്ങൾ മത്സ്യത്തിൻ്റെ ശരീരത്തിലുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത്തത് ഹൈ മോയ്സ്ചർ കണ്ടൻറ്റ്. മത്സ്യത്തിലെ ജലാംശത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 70% അതിലേറെയോ ആണ്. ഇത്രയും ജലാംശം മത്സ്യത്തിൻ്റെ ശരീരത്തിന് തന്നെ ഉള്ളതുകൊണ്ട് ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് വളരുവാനും പെറ്റ് പെരുകുവാനും എണ്ണത്തിൽ പെരുകുവാനും ജലാംശം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ ജലാംശം മത്സ്യത്തിൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ചത്തുപോകുന്ന സമയത്ത് തന്നെ മത്സ്യത്തിൻ്റെ കേടാകൽ പ്രക്രിയ വേഗത്തിൽ നടക്കുവാൻ ഇത് കാരണമാകും. അടുത്തത് ഹൈ ഫാറ്റ് കണ്ടൻറ്റ്. നമുക്കറിയാം, ജലോപരിതലത്തിലൂടെ ചേർന്ന് കാണപ്പെടുന്ന മിക്കവാറും മത്സ്യങ്ങളെല്ലാം തന്നെ ഹൈലി ഫാറ്റി ഫിഷസ് ആണ്. നമുക്ക് സാധാരണയായി കാണാവുന്ന ചാള, അയല പോലുള്ള മത്സ്യങ്ങളെല്ലാം. ഈ മത്സ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റു മത്സ്യങ്ങളിലെ തന്നെ കൊഴുപ്പിൻ്റെ ഈ കൂടിയ അളവ് മത്സ്യം ചത്തുപോകുമ്പോൾ പെട്ടെന്ന് കൊഴുപ്പ് ഓക്സീകരിക്കപ്പെടുവാനും പിന്നീടത് മത്സ്യത്തെ കേടാക്കുവാനും ഇടയാക്കും. അടുത്തത് ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ്. മത്സ്യത്തിൻ്റെ ശരീരത്തിൽ മറ്റ് ജീവികളെ അപേക്ഷിച്ച് പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. നോക്കൂ, ചത്തുപോകുന്ന മത്സ്യത്തിൽ പ്രോട്ടീൻ വിഘടിക്കുകയും ഈ വിഘടനത്തിന് വിധേയമാക്കുന്ന പ്രോട്ടീനിലൂടെ ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് അഥവാ ഘടകങ്ങൾ, ചെറുഘടകങ്ങൾ മത്സ്യത്തിൽ നിന്ന് തന്നെ ബാക്ടീരിയയ്ക്ക് ലഭ്യമാകുന്നു അല്ലേ. അപ്പോൾ ഈ ലഭ്യമാകുന്ന ന്യൂട്രിയൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ പെരുകുവാൻ ബാക്ടീരിയയ്ക്ക് കഴിയും. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ ഈ മാംസത്തിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ എളുപ്പത്തിൽ ഡൈജഷന് വിധേയമാകുന്നുണ്ട്. അതും ബാക്ടീരിയകൾക്കും മറ്റ് സൂക്ഷ്മജീവികൾക്കും സഹായകരമായ ഒന്നാണ്. മറ്റൊന്ന് ആംബിയൻറ്റ് ടെമ്പറേച്ചർ. നമ്മളുടെ അന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 35 മുതൽ 38 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഈ അനുയോജ്യമായ ഊഷ്മാവെന്ന് പറയുന്നത് ഇത് തന്നെയാണ് ബാക്ടീരിയയ്ക്കും വളരുവാനും പെരുകുവാനും അനുയോജ്യമായ ഊഷ്മാവ്. അപ്പോൾ ഈ ഊഷ്മാവിലുള്ള ഈ അനുകൂലനം വളരെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തൊക്കെ മത്സ്യത്തെ കേടാകൽ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ്. മറ്റൊന്ന് ബാഹ്യമായിട്ടുള്ള ഇടപെടലാണ്. മത്സ്യത്തെ ഹാൻഡിൽ ചെയ്യുന്നതിന്, മത്സ്യത്തെ കൈകാര്യം ചെയ്യുന്നതിലുള്ള കുഴപ്പങ്ങൾ. മറ്റൊന്നുമല്ല, മോശമായ സാഹചര്യങ്ങൾ മത്സ്യം സംഭരിക്കുകയും മത്സ്യത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ കൂടുതലായി ബാക്ടീരിയയും മറ്റ് സൂക്ഷ്മജീവികളും മത്സ്യത്തിലെത്തുകയും അവ പിന്നീട് മത്സ്യത്തെ കേടാക്കുകയും ചെയ്യും. പ്രോസസ് ഓഫ് സ്പോയിലേജ്. മത്സ്യം കേടാകുന്ന ആ പ്രക്രിയ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്, അതിലെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് റിഗർ മോർട്ടിസ്. 2 ഓട്ടോലൈസിസ്. 3 മത്സ്യത്തിൽ തന്നെയുള്ള രാസാഗ്നികൾ മത്സ്യത്തെ കേടാക്കുന്ന ആ എൻസൈമാറ്റിക് സ്പോയിലേജ്. 4 ബാക്ടീരിയൽ ആക്ഷൻ ആൻഡ് പ്യൂട്രിഫാക്ഷൻ. ഇത് പലതും നമുക്ക് പ്രത്യേകം ഓരോ ഘട്ടങ്ങളായിട്ട് വേർതിരിച്ച് പറയുവാനാകില്ലെങ്കിലും പഠനത്തിൻ്റെ സൗകര്യാർത്ഥമാണ് ഇത് 4 ഘട്ടമായിട്ട് നമ്മൾ
കൂട്ടിച്ചേർത്തുള്ളൂ. പലതും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം തന്നെ മത്സ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ആണ്. റിഗർ മോർട്ടിസ്. എന്താണ് റിഗർ മോർട്ടിസ്? മത്സ്യത്തെ നമ്മൾ പിടിച്ചെടുക്കുന്നതോടെ മത്സ്യം ചത്തുപോകുന്നു. മത്സ്യം ചത്തുപോയി കഴിഞ്ഞാൽ മത്സ്യത്തിലുണ്ടാകുന്ന ആദ്യത്തെ മാറ്റമാണ് റിഗർ മോർട്ടിസ്. ചത്തുപോകുന്ന മത്സ്യങ്ങളിലെ മത്സ്യമാംസം, അതിൻ്റെ ശരീരത്തിലെ മാംസവും പേശികളും വളരെ ഉറപ്പുള്ളതായിട്ട് പരിണമിക്കുന്നു. ഈ പ്രക്രിയയാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ശരിക്കും മാർദ്ദവമോ അല്ലെങ്കിൽ ഇലാസ്റ്റികതയോ ഉള്ള മത്സ്യത്തിൻ്റെ മാംസപേശികൾ വളരെ പെട്ടെന്ന് ഉറപ്പുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറ്റപ്പെടുന്നു. അതാണ് റിഗർ മോർട്ടിസ്. ഇനി ഈ റിഗർ മോർട്ടിസ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ജീവനുള്ള മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ ജലത്തിൽ എപ്പോഴും നീന്തി തുടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അവയുടെ ഈ നീന്തലിന് കാരണമാകുന്നത് അല്ലെങ്കിൽ അവയെ നീന്താൻ സാധിക്കുന്നത് അവയുടെ പേശികളുടെ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെയാണ്. പ്രധാനമായിട്ടും കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ് എന്ന് പറയും. അപ്പോൾ ഈ പേശികളുടെ കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നതിലൂടെയാണ് മത്സ്യത്തിന് നീന്തുവാൻ കഴിയുന്നത്. പക്ഷേ മത്സ്യം ചത്തുപോകുന്നതോടുകൂടി മത്സ്യത്തിൻ്റെ രക്തചംക്രമണം അഥവാ സർക്കുലേഷൻ സിസ്റ്റം പൂർണ്ണമായും നിന്നു പോകുന്നു. അപ്പോൾ ജലത്തിൽ നിന്നും മത്സ്യത്തിൻ്റെ ഗിൽസിലൂടെ സ്വാംശീകരിക്കുന്ന ഓക്സിജൻ മത്സ്യത്തിൻ്റെ കോശങ്ങളിലേക്ക് അഥവാ കലകളിലേക്ക് അഥവാ പേശികളിലേക്ക് എത്തുന്നത് തടയപ്പെടുന്നു. അപ്പോൾ മത്സ്യത്തിൻ്റെ കോശങ്ങളിലെ ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണം നിന്നു പോകുന്നു. അപ്പോൾ ഊർജോൽപാദനം പൂർണ്ണമായും തടയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദ എൻസൈം പ്രസന്റ് ഇൻ ദ മസിൽ കൺവേർട്ട് ഗ്ലൈക്കോജൻ ഇൻറ്റു ലാക്റ്റിക് ആസിഡ്. ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ്റെ രൂപത്തിൽ മത്സ്യത്തിൻ്റെ പേശികളിലെ കലകളിൽ സംഭരിച്ചിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യമല്ലാതെ വരുന്ന അവസരത്തിൽ നിരവധിയായ രാസാഗ്നികൾ ഈ ഗ്ലൈക്കോജനെ ലാക്റ്റിക് ആസിഡായിട്ട് മാറ്റുന്നു. ഇങ്ങനെ ലാക്റ്റിക് ആസിഡായിട്ട് മാറ്റുന്നതോടുകൂടി മത്സ്യത്തിൻ്റെ മാംസപേശികളിലെ ഫിഷ് മസിൽസിലെ മാംസപേശികളിലെ pH-ന്റെ തോത് വളരെ വേഗത്തിൽ കുറയുന്നു. ഇങ്ങനെ pH കുറയുന്നതോടുകൂടി മത്സ്യമാംസം സ്റ്റിഫനിങ്ങിന് അഥവാ ഉറപ്പുള്ള ആ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. ഇതിനെയാണ് റിഗർ മോർട്ടിസ് എന്ന് വിളിക്കുന്നത്. മത്സ്യത്തിൻ്റെ കേടാകൽ പ്രക്രിയയിലെ രണ്ടാമത്തെ ഘട്ടമാണ് ഓട്ടോലൈസിസ്. ആദ്യത്തെ ഘട്ടം നമ്മൾ പഠിച്ചു റിഗർ മോർട്ടിസ് അല്ലേ. മത്സ്യം ചത്തുപോകുന്നതോടുകൂടി മത്സ്യത്തിൻ്റെ മാംസം സ്റ്റിഫനിങ്ങിന് വിധേയമാവും, അത് ഉറപ്പുള്ളതാവുന്നു അഥവാ ദൃഢത കൈവരിക്കുന്നു. എന്നാൽ അതിനുശേഷം നടക്കുന്ന പ്രക്രിയയാണ് ഓട്ടോലൈസിസ്. ഈ ഓട്ടോലൈസിസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. pH പരമാവധി കുറയുന്നതിലൂടെ ആ ഘട്ടത്തിലാണ് മത്സ്യത്തിൻ്റെ മാംസം അഥവാ ഈ പേശികളെല്ലാം ഉറപ്പുള്ളതാകുന്നെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഓട്ടോലിസിസ് ആരംഭിക്കുന്നതോടുകൂടി മത്സ്യമാംസത്തിൻ്റെ pH ക്രമേണ കൂടുവാൻ തുടങ്ങും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആദ്യഘട്ടത്തിൽ ഗ്ലൈക്കോജൻ ലാക്റ്റിക് ആസിഡായിട്ട് മാറുകയും ലാക്റ്റിക് ആസിഡ് അമ്ല ഗുണമുള്ളതാകിയാൽ pH കുറയുകയും ചെയ്യും. എന്നാൽ പിന്നീട് ഈ ലാക്റ്റിക് ആസിഡും വിഘടിക്കുവാൻ തുടങ്ങും. അതോടുകൂടി pH ക്രമേണ പതുക്കെ കൂടുവാൻ തുടങ്ങും. ഈ pH കൂടുന്നതോടുകൂടി തന്നെ എന്താണോ റിഗർ മോർട്ടിസിൽ സംഭവിച്ചത് അതിൻ്റെ നേരെ റിവേഴ്സ് പ്രക്രിയ ആരംഭിക്കും. അതായത് മസിൽ സോഫ്റ്റ് ആകുവാൻ, മാർദ്ദവമുള്ളതാകുവാൻ തുടങ്ങും. ഇത് സ്പോയിലേജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഈ ഓട്ടോലിസിസ് ഘട്ടത്തിലാണ് നിരവധിയായിട്ടുള്ള എൻസൈംസ് മത്സ്യത്തിലെ മാംസ്യത്തെ അഥവാ പ്രോട്ടീനെ വിഘടിപ്പിക്കുവാൻ തുടങ്ങും. ആ വിഘടിപ്പിക്കൽ പ്രക്രിയയാണ് ശരിക്കും നമ്മൾ ഓട്ടോലൈസിസ് എന്ന് വിളിക്കുന്നത്. ഈ ഓട്ടോലിസിസ് വളരെ സങ്കീർണമായ പ്രക്രിയയാണ്. നിരവധിയായ എൻസൈമുകൾ ഈ ഓട്ടോലിസിസ് പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് ആ ലെവലിൽ നമുക്ക് പഠിക്കേണ്ടതില്ല. അപ്പം ഓട്ടോലിസിസ് എന്താണ്? റിഗർ മോർട്ടിസിന് ശേഷം മത്സ്യമാംസത്തിലെ pH ക്രമേണ കൂടുവാൻ തുടങ്ങുന്നു. ആ സമയത്ത് നിരവധിയായ എൻസൈമുകളുടെ പ്രവർത്തന ഫലമായി മത്സ്യമാംസ്യം അഥവാ പ്രോട്ടീനുകൾ വിഘടിക്കുവാൻ തുടങ്ങും. ഈ പ്രക്രിയയാണ് ഓട്ടോലിസിസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് എൻസൈമാറ്റിക് സ്പോയിലേജ് അല്ലെ. എൻസൈമുകളുടെ പ്രവർത്തനം മൂലം മത്സ്യത്തിലുണ്ടാകുന്ന കേടാകൽ അഥവാ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാവുന്ന പോലെ മത്സ്യത്തിൻ്റെ പേശികളിലെ കോശങ്ങളിൽ ഊർജോൽപാദനം, ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണം നടന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഊർജം സംഭരിക്കുന്നത് ATPയുടെ രൂപത്തിലാണ്. ഈ ATPക്ക് ഡിഗ്രഡേഷൻ സംഭവിക്കും. ATP
ADP ആയിട്ടും പിന്നെ AMP ആയിട്ടും ആത്യന്തികമായി ഹൈപ്പോസാങ്ക്തിനായിട്ടും രൂപാന്തരം പ്രാപിക്കും. ഈ ഹൈപ്പോസാങ്ക്തിൻ എന്ന് പറയുന്ന ഘടകം മത്സ്യമാംസത്തിൽ ബിറ്റർ ടേസ്റ്റ് അഥവാ കയ്പ് കലർന്ന രുചി സമ്മാനിക്കുന്ന ഒന്നാണ്. അത് രൂപപ്പെടുന്നതോടുകൂടി മത്സ്യമാംസത്തിൻ്റെ സ്വാഭാവികമായ രുചിയും ആ ഫ്ലേവർ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. പിന്നീട് നോക്ക് എൻസൈമാറ്റിക് ആക്ഷൻ ബൈ ഡൈജസ്റ്റീവ് എൻസൈം. മത്സ്യത്തിൻ്റെ കുടൽമാലകൾക്കുള്ളിലായിട്ട് മത്സ്യത്തിൻ്റെ ദഹനേന്ദ്രിയത്തിൽ ദഹനപ്രക്രിയയ്ക്ക് സഹായിക്കുന്ന നിരവധിയായ രാസാഗ്നികളുണ്ട്, എൻസൈമുകളുണ്ട്. ഈ എൻസൈമുകൾ മത്സ്യം ചത്തുപോയി കഴിഞ്ഞാൽ ഒരു ക്ലിപ്ത സമയം കഴിയുന്നതോടുകൂടി മത്സ്യത്തിൻ്റെ കുടൽമാലകളെ തന്നെ ദഹനപ്രക്രിയയ്ക്ക് വിധേയമാക്കും. ഇത് ചെറു മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അയല, ചാള, നെത്തോലി പോലുള്ള മത്സ്യങ്ങളിൽ ബെല്ലി ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് കാരണമാകും. അത് എൻസൈമാറ്റിക് ആക്ഷൻ വഴി ഉണ്ടാകുന്നതാണ്. എന്നാൽ ചെമ്മീനുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ എന്ന പ്രക്രിയ നടക്കുന്നത്. അവിടെ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റാണ് രൂപപ്പെടുന്നത് എൻസൈമുകളുടെ പ്രവർത്തന ഫലമായി. ടൈറോസൈനേസ് എന്ന ഒരു എൻസൈം ടൈറോസിൻ അഥവാ ചെമ്മീനുകൾ കാണപ്പെടുന്ന ടൈറോസിനിൽ പ്രവർത്തിച്ച് ബ്ലാക്ക് സ്പോട്ടിന് കാരണമായ മെലാനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ മെലാനിൻ ചെമ്മീനുകളുടെ ശരീരത്തിൻ്റെ പുറത്ത് ബ്ലാക്ക് സ്പോട്ട് ഫോം ചെയ്യും. അത് ചെമ്മീൻ്റെ വില കുറയുവാൻ ഇടയാക്കും. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് ഈ എൻസൈമുകളുടെ നിരവധിയായ ഈ പ്രവർത്തനം മൂലം മത്സ്യത്തിലും മത്സ്യ വിഭവങ്ങളിലുമുള്ള ചെമ്മീൻ ഉൾപ്പെടെയുള്ള വിഭവങ്ങളിൽ നിരവധിയായ ഈ എൻസൈമുകൾ ഇതിൻ്റെ രുചിയെയും അതിൻ്റെ ഫ്ലേവർ, ടേസ്റ്റ് ഇതെല്ലാം തന്നെ മാറ്റിമറിക്കും. ബാക്ടീരിയൽ ആക്ഷൻ ആൻഡ് പ്യൂട്രിഫാക്ഷൻ. ബാക്ടീരിയൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ പ്രവർത്തനവും അഴുകൽ പ്രക്രിയയും. പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യം അഴുകുന്ന ആ അവസ്ഥയ്ക്കാണ് പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ 3 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, റിഡക്ഷൻ ഓഫ് TMAO ടു TMA. TMAO എന്ന് പറഞ്ഞാൽ ട്രൈ മീഥൈൽ അമീൻ ഓക്സൈഡ്. അതിന് നിരോക്സീകരണം സംഭവിച്ച് അതിലെ ഓക്സിജനെ അതിൽ നിന്ന് നീക്കം ചെയ്ത് ട്രൈ മീഥൈൽ അമീനായിട്ട് മാറ്റും. ഈ TMAO എന്ന് പറയുന്നത് മറ്റ് പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലാത്ത ഒരു സംയുക്തമാണെങ്കിലും അത് കടൽ മത്സ്യങ്ങളിൽ അവയുടെ പ്രത്യേകതര രുചിക്ക് കാരണമാകുന്ന ഒരു ഘടകമാണ്. അതിനെ ബാക്ടീരിയ നിരോക്സീകരണത്തിന് വിധേയമാക്കി ട്രൈമീഥൈൽ അമീനായിട്ട് മാറ്റും. ട്രൈമീഥൈൽ അമീൻ ഒരു അമോണിയാക്കൽ സ്മെല്ലുള്ള ദുർഗന്ധം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സംയുക്തമാണ്. അത് മോശമായ ഒരു ഫ്ലേവറിന് കാരണമാകും. രണ്ടാമത്തെ നോക്കി, ബ്രേക്ക് ഡൗൺ ഓഫ് അമീനോ ആസിഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് പ്രൈമറി അമീൻസ്. മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം വിഘടിക്കപ്പെട്ട് അതിൻ്റെ അടിസ്ഥാന ഘടകമായ അമീനോ ആസിഡുകളായി മാറുന്നു. ഈ അമീനോ ആസിഡുകളെ വീണ്ടും ബാക്ടീരിയ പ്രതിപ്രവർത്തിപ്പിച്ച് പ്രൈമറി അമീൻസ് അഥവാ പ്രാഥമിക അമീനുകളായിട്ട് മാറ്റും. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഹിസ്റ്റഡിൻ എന്ന് പറയുന്ന അമീനോ ആസിഡിൽ നിന്നും ഹിസ്റ്റമിൻ ഉണ്ടാവും, ഗ്ലൂട്ടാമിക് ആസിഡിൽ നിന്നും ആർജിനിൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള നിരവധിയായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിലൂടെ മത്സ്യമാംസത്തിൻ്റെ ആ ഘടന പൂർണ്ണമായിട്ടും മാറ്റപ്പെടും. പിന്നീട് നോക്ക്, ബ്രേക്ക് ഡൗൺ ഇൻ യൂറിയ. മത്സ്യമാംസത്തിൽ അടങ്ങിയിരിക്കുന്ന യൂറിയ ഈ സൂക്ഷ്മജീവികൾ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി അമോണിയയായിട്ട് രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ ഈ അമോണിയയും ഈ TMAOയും മറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റ് ഘടകങ്ങളും എല്ലാം ചേർത്ത് മത്സ്യത്തിൻ്റെ മാംസം ചീത്തയാവുകയും അതോടൊപ്പം ദുർഗന്ധം രൂപപ്പെടുകയും ചെയ്യും. അടുത്തത് കെമിക്കൽ സ്പോയിലേജ്. ഇതിനെ ബയോകെമിക്കൽ സ്പോയിലേജ് എന്നും വിളിക്കാം. മത്സ്യത്തിൽ ധാരാളമായി കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ കൊഴുപ്പ് മത്സ്യം ചത്തുപോകുന്നതോടുകൂടി അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് ഓക്സീകരണം സംഭവിക്കുന്നു. അതോടുകൂടി റാൻസിഡിറ്റി എന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് മത്സ്യത്തിൻ്റെ മാംസത്തെയും കൊഴുപ്പിനെയും മോശമായിട്ട് മാറ്റും. ഇനി ഓട്ടോക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയും കൂടെ ഉണ്ട്. ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അഥവാ കൊഴുപ്പുകൾ ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യത്തിൽ തുടർച്ചയായ ഓക്സീകരണത്തിന് വിധേയമായിട്ട് ആൽഡിഹൈഡുകൾ, കീറ്റോണുകൾ, ആൽക്കഹോൾസ്, ചെറു കാർബോക്സിലിക് ആസിഡ്, ആൽക്കീൻസ് എന്നീ വാതകങ്ങളും സംയുക്തങ്ങളും രൂപപ്പെടുത്തും. ഇവയെല്ലാം തന്നെ മത്സ്യത്തിൻ്റെ മാംസത്തിൽ വളരെ മോശമായ ദുർഗന്ധം വമിപ്പിക്കുന്നതിന്
കാരണമാകും. ഈ ഓട്ടോക്സിഡേഷൻ വഴി ഈ സംയുക്തങ്ങൾ രൂപപ്പെടുന്നതോടുകൂടി മത്സ്യമാംസത്തിൻ്റെ കേടാകൽ പൂർത്തിയാകുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് ഏറ്റവും വലിയ പ്യൂട്രിഫാക്ഷൻ അഥവാ അഴുകൽ പ്രക്രിയയുടെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് മത്സ്യം എത്തിപ്പെടുന്നു.